സ്നേഹത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ. അങ്ങനെയും ഒരു കച്ചവടക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ഒരു കച്ചവടക്കാരുണ്ട്. നിങ്ങൾക്ക് പരിചയമില്ല എങ്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലോ അങ്ങോട്ട് പോകുന്ന വഴിവെക്കിലോ ഒക്കെ വെച്ച് ഇവരെ കാണുവാൻ സാധിക്കും. നിങ്ങളെ കാണുന്ന മാത്രയിൽ തന്നെ അവർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് വലിയ സ്നേഹപ്രകടനമായിരിക്കും. എവിടെ പോകുന്നു, വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ, മുഖമൊക്കെ അങ്ങ് കറുത്തു പോയല്ലോ, നല്ലോണം ഭക്ഷണം കഴിക്കണം കേട്ടോ, ജോലിക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം, കൂട്ടുകെട്ടൊന്നും പാടില്ല, അങ്ങനെ വലിയ ഉപദേശങ്ങളും സ്നേഹപ്രകടനങ്ങളും കൊണ്ടങ്ങ് നമ്മളെ അങ്ങ് പൊതിയും. നമ്മളാണെങ്കിൽ അങ്ങ് സന്തോഷം കൊണ്ടങ്ങ് മതി പറന്നു പോകും. നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ പോലും സ്നേഹിക്കാത്ത രീതിയിൽ നമ്മളെ ഇങ്ങനെ കെയർ ചെയ്യുന്നല്ലോ എന്ന് വിചാരിക്കും. നമ്മളങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഇദ്ദേഹം ചോദിക്കും, ആ പോയവനെ അറിയുമോ എന്ന്. അയാൾ ഇനി അറിയും അറിയില്ല എന്ത് പറഞ്ഞാലും ശരി, അവൻ ഇന്നാരുടെ മകനാണ്, ഇവനൊന്നും ഒരു ജോലിക്കും പോകാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ഇവൻ്റെ തന്ത ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്, കള്ളപ്പണമാണ്, ഇവന് വേറെ ബിസിനസ്സാണ്, അങ്ങനെ നമ്മളെ പറ്റി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അയാളോടൊന്ന് പറഞ്ഞു കൊടുക്കും. ഇവർക്കിതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയുന്നതാണ് അവർക്കൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ശരിയായ വ്യക്തി ഒരു സാഹചര്യത്തിലും നമ്മളെ മോശമായി പറയുകയോ നമ്മളെ വിട്ടുപോവുകയോ ചെയ്യില്ല. ചില സമയങ്ങളിൽ പ്രവൃത്തികളേക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് ചില വാക്കുകളാണ്.